Welcome to Learnino. KSEB sub-engineer exam എഴുതുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. സോ നമ്മൾ KSEB sub-engineer examന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി എല്ലാ മോഡ്യൂളിൽ നിന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 50 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ സീരീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് മോഡ്യൂൾ 1ലെ 50 ക്വസ്റ്റ്യൻസിലെ പാർട്ട് എ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്താണ്. ഇതിന്റെ പാർട്ട് ബി ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. സോ നമ്മൾ ഇത് കൂടാതെ ക്വിക്ക് റിവിഷൻ സീരീസ് എന്ന് പറഞ്ഞ വീഡിയോ സീരീസ് ചെയ്യുന്നുണ്ട്. അത് അല്ലാതെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് കോൺസെപ്റ്റ് ത്രൂ ക്വസ്റ്റ്യൻസ് ഉള്ള രീതിയിലുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി എക്സാമിന് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. ഇതുപോലെ എത്രയധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുമോ അത്രയും ക്വസ്റ്റ്യൻസുമായിട്ട് നിങ്ങളൊന്ന് പരിചയപ്പെടുക. അപ്പൊ നമുക്ക് എക്സാം എഴുതുന്ന സമയത്ത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. സോ മോഡ്യൂൾ 1ൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. സോ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കിയായിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. പാർട്ട് ബി ആണ്. സോ ക്വസ്റ്റ്യൻ 26 ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി? Option A, equal to absolute permittivity. B, ratio of actual permittivity to absolute permittivity. C, ratio of absolute permittivity to actual permittivity. And D, equal to the actual permittivity. But relative permittivity എന്ന് പറയുന്നത് ratio of actual permittivity to absolute permittivity ആണ്. So option B is the correct answer. What happens to relative permittivity when actual permittivity decreases? അതായത് നമ്മൾ relative permittivityയുടെ ratio യൂസ് ചെയ്തിട്ടുള്ള തന്നെ മറ്റൊരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണിത്. അതിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? What happens to relative permittivity when actual permittivity decreases? ആക്ച്വൽ പെർമിറ്റിവിറ്റി കുറയുന്ന സമയത്ത് റിലേറ്റീവ് പെർമിറ്റിവിറ്റിക്ക് എന്ത് പറ്റും? അപ്പൊ നമുക്കറിയാം റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വൽ പെർമിറ്റിവിറ്റി ബൈ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ആണ്. സോ ആക്ച്വൽ പെർമിറ്റിവിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയും എന്ത് തന്നെയായിരിക്കും? ഡിക്രീസ് ചെയ്യും. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 28, which among the following will be unity in free space? ഫ്രീ സ്പേസിൽ ഏതാണ് യൂണിറ്റി ആയിരിക്കും? അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി, റിലേറ്റീവ് പെർമിറ്റിവിറ്റി, ആക്ച്വൽ പെർമിറ്റിവിറ്റി, ബോത്ത് അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. സോ ഫ്രീ സ്പേസിൽ നമുക്ക് യൂണിറ്റി വാല്യൂ വരുന്നത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആണ്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 29, ദ യൂണിറ്റ് ഓഫ് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി. അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫാരഡ് മീറ്റർ ആണോ, ഫാരഡ് പെർ മീറ്റർ ആണോ, ഫാരഡ് ആണോ, നൺ ഓഫ് ദീസ്. ഇറ്റ്സ് ഫാരഡ് പെർ മീറ്റർ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. Question number 30, electric flux density is a function of. Electric flux density എന്ന് പറയുന്നത് ഏതിന്റെ ഫംഗ്ഷൻ ആണ്? വോളിയം, ചാർജ്, കറന്റ് ആൻഡ് വോൾട്ടേജ്. സോ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ചാർജ്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. Question number 31, as charge increases, what happens to flux density? ചാർജ് കൂടുമ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റി എന്തായിരിക്കും? ഫ്ലക്സ് ഡെൻസിറ്റിയും ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. Question number 32, strength of the electric field. ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫോഴ്സ് ഫീൽഡ്. ബി, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ് ഫീൽഡ്. സി, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഫോഴ്സ് ഫീൽഡ്. ആൻഡ് ഓപ്ഷൻ ഡി, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഫോഴ്സ് ഫീൽഡ്. സോ ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫോഴ്സ് ഫീൽഡ്. ഫോഴ്സ് ഫീൽഡിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും വരിക. Then 33, which of the following depends on charging and discharging rate of a capacitor? Which of the following depends on charging and discharging rate of a capacitor? Option A, time constant. Option B, current. Option C, power. And option D, voltage. അപ്പോൾ ഇതിൽ ഏതാണ് which of the following depends on charging and discharging rate of a capacitor എന്നാണ്. So it is time constant. Option A is the correct answer. Next question, what is the initial current while charging a capacitor? Initial current എത്രയായിരിക്കും എന്നുള്ളത് കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. It will be high, low, zero and cannot be determined. So the initial current while charging a capacitor, it is high. Question number 35, when will be capacitor fully charged? Fully charged ആവും എപ്പോഴാണ്? When voltage is 0, when the supply voltage is equal to capacitor voltage, when voltage is infinity, when the capacitor voltage is equal to half the supply voltage. When will be capacitor fully charged? Capacitor എപ്പോഴാണ് fully charged ആവുന്നത് എന്നുള്ളതാണ്. When the supply voltage is equal to capacitor voltage. Capacitor voltage supply voltage equal ആവുന്ന സമയത്താണ് fully charged എന്നുള്ള condition വരുന്നത്. That is option B is the correct answer. In question number 36, what happened to the capacitor when the capacitor voltage is equal to source voltage? Capacitor voltage source voltage നോട് equal ആവുന്ന സമയത്ത് the charging phase of capacitor is over, the discharging phase of capacitor is over, the capacitor is switched off, and option D, the capacitor is switched on. Capacitor voltage equal to source voltage ആവുന്ന സമയത്ത് capacitor switch off ആയിരിക്കും. Option C is the correct answer.
And question number 37, Coulomb's law is employed in. Coulomb's law എന്ന് പറയുന്നത് electrostatics-ലാണോ magnetostatics-ലാണോ electromagnetics-ലാണോ Maxwell theory-ലാണോ. So Coulomb's law is employed in option A, that is electrostatics is the correct answer. Question number 38, as per Faraday's law of electromagnetic induction, an EMF is induced in a conductor whenever it lies perpendicular to the magnetic flux, lies in the magnetic field, cuts magnetic flux and moves parallel to the direction of the magnetic field. So as per Faraday's law of electromagnetic induction, an EMF is induced in a current whenever it cuts a magnetic flux. Magnetic flux cut ചെയ്യുമ്പോഴാണ്, so option C is the correct answer. 39, the nature of induced EMF. Induced EMF ന്റെ nature എന്ന് പറയുന്നത് dynamically induced, statically induced, both A and B. So നമുക്ക് dynamically induced EMF ഉണ്ട് as well as statically induced EMF ഉണ്ട്. So correct answer option C. 40, an EMF is induced due to physical movement of either conductor or flux is known as EMF induced due to physical movement of conductor or flux വരുന്നത് ഏതിലാണ്? Dynamically induced EMF ലാണ്. So option A is the correct answer. And 41, what is energy stored in magnetic field if the current in a coil has constant inductance of L henries grow at a uniform rate? So energy stored in magnetic field, it is given by Li square by 2. So option B is the correct answer. And question number 42, in electrical measuring instruments, electrical energy is converted to. Electrical measuring instruments, electrical energy is convert ആവുന്നത് mechanical energy ആയിട്ടാണ്. So option A is the correct answer. And 43, torque weight ratio will be least in which instrument? Dynamometer, moving coil, moving iron, all of the above. So the torque weight ratio will be least in, it's option A, dynamometer. And 44, which of the following instruments may be used to measure DC voltage accurately? DC voltage accurate at measure ചെയ്യുന്നത് moving iron type, moving coil type, electrodynamic type, and none of the above. So it is moving coil type instrumental ആയിരിക്കും നമുക്ക് ഏറ്റവും accurate ആയിട്ട് DC voltage measure ചെയ്യാൻ പറ്റുക. And 45, which among these properties is not suited for conductor material? Conductor material suited അല്ലാത്തത് ഏതാണ്? High electrical conductivity, high specific gravity, lower cost and high tensile strength. So for a conductor material, നമുക്ക് ഇതിനകത്ത് high specific gravity ആണ് not suited ആയിട്ട് പറയുന്നത്. Question number 46, a p-type semiconductor results when? Option A, pentavalent impurity is added to an intrinsic semiconductor. Option B, trivalent impurity is added to an intrinsic semiconductor. Option C, either a pentavalent or trivalent impurity is added to an intrinsic semiconductor. And D, none of the above. അപ്പോൾ ഒരു p-type semiconductor നമുക്ക് എപ്പോഴാണ് വരുന്നത്? ഒരു trivalent impurity intrinsic semiconductor add ചെയ്യുമ്പോഴാണ് അല്ലേ? So option B is the correct answer. And 47, for a permanent magnetic material, the residual induction and the coercive field should be large. The residual induction and the coercive field should be small. The area of hysteresis loop should be small. And option D, the initial relative permeability should be large. ഒരു permanent magnetic material residual induction and coercive field large ആയിരിക്കണം. So option A is the correct answer. And 48, the magnetic material in which permanent atomic magnetic dipoles have parallel orientation is termed as. Magnetic material permanent atomic magnetic dipole parallel orientation വരുന്നത് ഏതിലാണ്? Diamagnetic, paramagnetic, ferromagnetic and ferrimagnetic. So the ferromagnetic option C is the correct answer. And 49, which type of insulator is used on 132 kV transmission lines? 132 kV transmission line ഏത് type insulator ആണ് ചോദിക്കുന്നത്? ഇടയ്ക്ക് ചോദിച്ച് കാണാറുള്ളതാണ്. Pin type, disc type, shackle type and pin and shackle type. So it is disc type ആണ്. Option B is the correct answer. And the last question, why is the wavy structure of pin insulators used? Increases mechanical strength, increases punctured strength, increases flashover voltage and increases thermal strength. So and the reason increases flashover voltage എന്നുള്ളതാണ്. അതാണ് നമ്മൾ wavy structure of pin insulator ആ ഒരു wavy structure കാരണം വരുന്നത് it increases flashover voltage. Okay. So നമ്മൾ module 1 50 questions complete ആയി part A ആയിട്ടും part B ആയിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഇതിനകത്ത് എല്ലാം നമ്മളിങ്ങനെ സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ വലിയ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള questions ഒന്നും വെച്ചിട്ടില്ലല്ലോ എന്നുള്ളത്.
ഇത് നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞതാണ്. ഇപ്പൊ നമ്മളുടെ CTQലെ കോൺസെപ്റ്റ് ത്രൂ ക്വസ്റ്റ്യൻസിൽ നമ്മൾ നല്ല രീതിയിൽ പ്രോബ്ലംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുറച്ചും കൂടെ ഹൈ ലെവലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്വിക്ക് റിവിഷൻ സീരീസിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് പലതരത്തിലും ഡിഫറെന്റ് ആയിട്ട് പഠിക്കണം. ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് കുറച്ച് സിമ്പിൾ ആണ്, എന്നാൽ നമ്മൾ മറന്നു പോവാതിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത്. ഇതേപോലെ എല്ലാ മോഡ്യൂളിലും നമ്മൾ ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ടായിരിക്കും. സോ കീപ് വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.